ഡോക്ടർ മഹീബ് സിംഗ് എഴുതിയ ഒരു സ്റ്റോറിയാണ് കാലാബാബ് ഗോരാബാബ്. ഇതിലെ പേര് പോലെ തന്നെ കറുത്തച്ഛൻ വെളുത്തച്ഛൻ. ഈ പേരിൻ്റെ സാർത്ഥകത മനസ്സിലാവുന്നത് ഈ സ്റ്റോറീൻ്റെ അവസാനമാണ്. ഈ സ്റ്റോറിയിൽ മെയിനായിട്ടും ഈ കാലത്തിനനുസരിച്ച് മാറി വരുന്ന റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും ഒക്കെയാണ് പറയുന്നത്. യൂനൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ 10 വർഷങ്ങൾക്ക് ശേഷം താൻ ഉപേക്ഷിച്ച തൻ്റെ ഭാര്യേനെയും 2 പെൺമക്കളെയും കാണാൻ വേണ്ടിയിട്ട് തിരിച്ചു വരുന്നതായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഇയാൾ ഉപേക്ഷിച്ച ഭാര്യയായിട്ടുള്ള ജമീലയ്ക്ക് ഒരു ലെറ്റർ അയക്കുന്നു, ഇയാളുടെ ഈ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട്. അപ്പോൾ ജമീൽ അതിന് തിരിച്ചുത്തരം അയക്കുകയാണ്, ഞങ്ങളിപ്പം പഴയതുപോലെ ഇല്ല, ഒരുപാട് മാറിയിട്ടുണ്ട്, നിങ്ങളുടെ പെൺമക്കളും മാറിയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഫാമിലീനെ പറ്റിയിട്ടൊക്കെ പറയാണ്. ഇപ്പോൾ അൻവർ എന്ന് പറഞ്ഞിട്ട് അന്ന് അയാൾ ഉപേക്ഷിച്ചപ്പം അൻവർ എന്ന് പറഞ്ഞിട്ട് സുന്ദരനായിട്ടുള്ള ഒരു യുവാവ് ഇവളെ വിവാഹം കഴിക്കുകയാണ്. അയാൾ സിനിമാ സ്വപ്നമായിട്ട് നടന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു സ്ത്രീയും 2 പെൺമക്കളെയും അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ കല്യാണം കഴിക്കില്ല. അപ്പോൾ ഇയാൾ കല്യാണം കഴിച്ച് ഈ അൻവർ കല്യാണം കഴിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. കാരണം ഈ പെൺമക്കളിലൂടെ അയാൾക്ക് സമ്പാദിക്കാം, സിനിമയിൽ ആക്ട് ചെയ്യിച്ച് ഇന്ന് അവർ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പൊന്മുട്ട ഇടുന്ന 2 താറാക്കൾ, ആ ഒരു ഇതിലാണ് ഈ 2 പെൺമക്കളുള്ള ഈ ജമീലയെ അൻവർ കല്യാണം കഴിച്ചത്. പക്ഷേ ഇന്ന് അവൻ്റെ തന്നെ ഒരു 5 വയസ്സുള്ളൊരു മകനുണ്ട്, അനസ് എന്ന് പറഞ്ഞിട്ട്. ഇന്നവർ നല്ലൊരു ഫാമിലി ആയിട്ടാണ് കഴിയുന്നത്. ഇങ്ങനെ ഇന്നത്തെ സിറ്റുവേഷനൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ വരാൻ പറയാണ്. അതായത് പണ്ട് 6 വയസ്സുണ്ടായിരുന്ന മോളല്ല ഇന്നത്തെ മോള്. മൂത്ത മകളുടെ പേര് ഷിരി എന്നാണ്. അവളിന്ന് 16 വയസ്സുള്ള ഒരു നല്ലൊരു സിനിമാ നടിയാണ്. അവളുടെ സിനിമയിലെ പേര് കാമിനി ബോസ് എന്നാണ്. അതുപോലെ 2ാമത്തെ മകൾ, അവൾക്ക് 11 വയസ്സാണ്. അവൾ സ്കൂളിൽ പഠിക്കുകയാണ്, ഡാൻസൊക്കെ കൂടെ പഠിക്കുന്നുണ്ട്. അവളും ഒരുപാട് സിനിമകളിലൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്, കുറച്ചൊക്കെ സിനിമകളിൽ. അവൾ വളർന്നു വരുന്ന നാളത്തെ ഒരു സ്റ്റാറായിട്ടാണ് എല്ലാവരും കരുതുന്നത്. ഇപ്പോൾ ജമീലൊക്കെ ആണെങ്കിലും ഒരുപാട് ചേഞ്ചസൊക്കെ ഉണ്ടായി. പണ്ടവൾ പർദ്ദയൊക്കെ ഇട്ട് ആരോടൊന്നും പറയാണ്ട് ഒതുങ്ങി, ഈ പെൺമക്കളും അവളും അല്ലാണ്ട് ഒതുങ്ങി ഈ യൂനൂസിൻ്റെ കൈക്കുള്ളിൽ ജീവിച്ചവരാണ്. പക്ഷേ ഇവൾ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് ഇവരെ ഉപേക്ഷിക്കുന്നത്. അങ്ങനെ ഇവൾ ഉപേക്ഷിച്ച് കഴിഞ്ഞ് ഇത്രയും 10 വർഷങ്ങൾ കഴിഞ്ഞു. 10 വർഷങ്ങൾ കൊണ്ട് ഇവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. അതൊക്കെ എഴുതിക്കൊണ്ടാണ് ഇയാളെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ വന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് യൂനൂസിനെ. അപ്പം അവൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഈ ഒരാൾ ഇത്രയും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടും ഈ യൂനൂസ് അവരെ കാണാനായിട്ട് വരുന്നു. അങ്ങനെ ഈ ലെറ്റർ അയച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കിനും വാതിൽക്കൽ ഒരു വൃദ്ധനായിട്ടുള്ള കറുത്ത് മെലിഞ്ഞ് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ഒരാളിങ്ങനെ നിൽക്കും. അപ്പോൾ ജമീലയ്ക്ക് ഇത് കാണുമ്പം പഴയ ആ യൂനൂസുമായിട്ട് ഒരു സാമ്യം തോന്നും. അകത്തേക്ക് വിളിക്കും, സ്വീകരിച്ചിരുത്തി ഒരു ഗസ്റ്റ് എന്ന് ഇവൾ പറയുന്നത് ഗോളിയാറിൽ നിന്ന് വന്ന ഒരകന്ന ഒരു ബന്ധു എന്ന് പറഞ്ഞിട്ടാണ് ഇയാളെ അവളുടെ ഫാമിലിക്ക് മക്കളുടെയും അൻവറിൻ്റെ മുന്നിൽ ഇയാളെ പ്രസൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇയാൾ വരുന്നു, തൻ്റെ മൂത്ത മകൾ ഷിരിയുടെ പിക്ചേഴ്സൊക്കെ കണ്ട് ഇയാൾ അതിശയിക്കുകയാണ്. പണ്ട് മുടിയൊന്നും കെട്ടാണ്ട് പാറിപ്പറന്ന് കിടന്ന മുടിയുമായിട്ട് ഉഷിഞ്ഞ വസ്ത്രം ധരിച്ച് ഇയാളുടെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് അബ്ബാന്ന് വിളിച്ച ഒരു പഴയ ഒരു 6 വയസ്സുകാരി, ആ ഒരു ഫേസും വെച്ചുകൊണ്ടാണ് ഇയാൾ ഷിരി എന്ന മകളെ ഇപ്പം നോക്കുന്നത്. പക്ഷെ ഇപ്പം നോക്കുമ്പം ആ പഴയ കറുത്ത ആ ഒരു കുഞ്ഞു പെൺകുട്ടിയിൽ നിന്ന് മാറി വളരെ സുന്ദരിയായി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ വെളുത്ത് നല്ല കറുത്ത മുടിയൊക്കെയുള്ള വളരെ സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി, ഒരു സിനിമാ നടിയാണ് അവളിപ്പോൾ. അത് കാണുമ്പോൾ ഇയാൾ വല്ലാതെ അതിശയിക്കുകയാണ്. 2ാമത്തെ മകൾ ഷഹനാജും വളരെ സുന്ദരിയാണ്, 11 വയസ്സാണെങ്കിലും നല്ല ഭംഗിയാണ് അവളെ കാണാൻ. അപ്പോൾ ഇയാൾക്ക് മൂത്ത മകൾ വളരെ സുന്ദരി, 2ാമത്തെ മകൾ വളരെ ക്യൂട്ടുമായിട്ട് തോന്നുന്നു. പക്ഷേ ഷഹനാജിനൊന്നും ഇയാളുടെ രൂപമോ ഇയാളുടെ പ്രവൃത്തികളോ ഇഷ്ടപ്പെടുന്നില്ല. ഈ യൂനൂസ് സിഗരറ്റ് വലിച്ച് നിലത്തൊക്കെ ചാരമാക്കുമ്പം ഷഹനാജ് പോയിട്ട് അമ്മേനോട് പരാതി പറയുന്നുണ്ട്, ഈ വൃദ്ധനെ എന്തിനാ അമ്മ ഇവിടെ പിടിച്ചിരുത്തിയേക്കണേ, ആഷ്ട്രേ ഉണ്ടല്ലോ ഇയാൾക്ക് എന്താ അതിലിട്ടൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനോട് പരാതി പറയുന്നുണ്ട്. പക്ഷെ അമ്മ പറയാണ്, മോളെ നമ്മുടെ ഗസ്റ്റ് അല്ലേ, അങ്ങനൊന്നും പറയാൻ പാടില്ല, ഞാൻ വൃത്തിയാക്കിക്കോളാം എന്ന് പറയാണ്. വൈകുന്നേരം എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവരെല്ലാവരും വളരെ നല്ലൊരു ഫാമിലി ആയിട്ട് ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇയാൾ മാത്രം അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ട് താൻ മറ്റാരോ ആണ് എന്നൊരു ഫീല് സ്വയം തോന്നുന്നു. കാരണം അവരെല്ലാം വെളുത്ത് നല്ല ഭംഗിയാണ്,
പരസ്പരം ചിരിച്ച് കളിച്ച് വളരെ സ്നേഹത്തോടെയും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നു. ഇയാൾ മാത്രം ഒരു വൃദ്ധനായിട്ട് ഇങ്ങനെ മാറിയിരിക്കുകയാണ്. ഈ അൻവറിനെ കണ്ടാൽ തന്നെ ഒരു റിച്ച് ലുക്കൊക്കെ ഉണ്ട്. നല്ല കുറച്ചുകൂടി യങ്ങാണ്, നല്ല സുന്ദരനാണ് കാണാൻ, വെളുത്തിട്ടാണ്. അപ്പോൾ ഈ ഫാമിലിക്ക് കറക്റ്റായിട്ടും മാച്ചായിട്ട് കാണുമ്പോൾ അവരുടെ ഈ കുട്ടികളുടെ അച്ഛനായിട്ട് തോന്നുന്നത് തന്നെ അൻവറിനെയാണ്. ഈ യൂനുസ് തൻ്റെ മക്കളിൽ നിന്നും വളരെ വ്യത്യസ്തനായിട്ട് കറുത്ത നിറത്തോടെയും വളരെ പ്രായം തോന്നി വൃദ്ധനായിട്ടും അസുഖക്കാരനായിട്ടും ഒക്കെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇയാൾക്ക് സ്വയം ഒരു അപകർഷതാബോധം ഉള്ളിൽ ഫീൽ ചെയ്യാണ്. പിറ്റേ ദിവസം ഇങ്ങനെ ഫോട്ടോസൊക്കെ നോക്കി ഷെൽഫിൽ നിന്ന് പുസ്തകമൊക്കെ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിൽ ഷഹനാജിൻ്റെ പേര് കാണും, രണ്ടാമത്തെ മകളുടെ. അപ്പോൾ ഇയാൾ ആ പുസ്തകം എടുത്തിട്ട് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ഷഹനാജ് ഇത് കണ്ടിട്ട് ദേഷ്യത്തോടെ വന്ന് പിടിച്ചു മേടിച്ചിട്ട് ഈ വൃദ്ധൻ എൻ്റെ ബുക്ക് എടുക്കുന്നു, ഇതെല്ലാം നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മേനോട് പരാതി പറയും. അപ്പോൾ അമ്മ ഇങ്ങനെ ദേഷ്യത്തിൽ മോളെ നിൻ്റെ അച്ഛനോട് ഇങ്ങനെ സംസാരിക്കാമോ എന്ന് വയ്ക്കും. അപ്പോൾ ആ അച്ഛൻ എന്ന ആ വാക്ക് അവിടെ എല്ലാം ഇങ്ങനെ ഇടന്ന് പ്രതിധ്വനിക്കും. ഒരു ഇടിമിന്നലേറ്റതുപോലെയാണ് ഷഹനാസിന് അത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അവൾക്ക് ഇവളുടെ അച്ഛനാണ് ഇത് എന്നറിയുമ്പോഴത്തേക്കിനും ചേച്ചിക്കും ആ കുഞ്ഞനിയനും നല്ല സുന്ദരനായിട്ടുള്ള വെളുത്ത നല്ല ഭംഗിയുള്ള ഒരച്ഛനുണ്ട്. എനിക്ക് മാത്രം ഒരു കറുത്ത വൃത്തിയില്ലാത്ത ഒരു വൃദ്ധനായിട്ടുള്ള ഈ ഒരു അച്ഛനെ തന്നു എന്നൊരു ഫീലാണ് അമ്മേനോട് തോന്നുന്നത്. അതായത് മറ്റു 2 സഹോദരങ്ങൾക്ക് നല്ല മുന്തിയ ഇനം കളിപ്പാട്ടവും തനിക്കെന്തോ ഒരു കുറഞ്ഞ വൃത്തിയില്ലാത്ത ഏറ്റവും കുറഞ്ഞ ഒരു കളിപ്പാട്ടം കിട്ടിയ ഒരു ഫീലിലാണ് ഷഹനാജ് അമ്മേനോട് ദേഷ്യപ്പെടുന്നത്. അങ്ങനെ അവൾ അവിടെ നിന്ന് എനിക്ക് മാത്രം കറുത്ത അച്ഛനെ തന്നു എന്നൊക്കെ പറഞ്ഞ് പിണങ്ങിപ്പോവാണ്. ഇത് കേൾക്കുമ്പം യൂനുസിന് തന്നോട് തന്നെ എന്തോ ഒരു വെറുപ്പും എന്തൊക്കെയോ ഒരു ഫീലിങ്സ് തോന്നുന്നതാണ് തന്നോട് തന്നെ, താനൊരു കുറഞ്ഞവനാണ് എന്നൊക്കെ ഒരു ചിന്ത. അവസാനം അയാൾ തിരിച്ച് ഗ്വാളിയറിലേക്ക് മടങ്ങാനായിട്ട് എപ്പോഴാണ് പഞ്ചാബ് റെയിൽ എന്ന് ചോദിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഇങ്ങനെ ബന്ധങ്ങളിൽ വരുന്ന വിള്ളലുകളും കാലത്തിനനുസരിച്ച് മാറുന്ന റിലേഷൻഷിപ്സിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു സ്റ്റോറിയിൽ കൂടി പറയുന്നത്.